ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗ്രയിൽ ഒരു കനേഡിയൻ യുവതിയെ 2 പേർ ചേർന്ന് ബലാത്സംഗത്തിനിരയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയം 2 ദിവസമായി ദേശീയ മാധ്യമങ്ങളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് കനേഡിയൻ യുവതിയെ ബലാത്സംഗം ചെയ്തത്. റോ ഏജന്റാണ് താൻ എന്ന് കാണിച്ച് 2 പേരാണ് ഈ മയക്കുമരുന്ന് നൽകി ഈ യുവതിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജിം പരിശീലകനായിട്ടുള്ള സാഹിലും ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ആരിഫ് അലിയുമാണ് ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തത് എന്ന് അറിയാൻ സാധിക്കുന്നു. വിശദമായ ഈ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ യുവതി ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ശേഷം ഇന്ത്യയിൽ ടിൻഡർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡേറ്റിംഗ് ആപ്പാണ്. അതായത് പരസ്പരം സുഹൃത്തുക്കളെ കണ്ടെത്താനും പങ്കാളികളെ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു ആപ്പാണ് ടിൻഡർ എന്ന് പറയുന്നത്. ഈ ടിൻഡർ ആപ്പിൽ യുവതി അംഗമായിരുന്നു. അതുവഴിയാണ് ഈ സാഹിൽ എന്ന് പറയുന്ന ഈ ജിം ട്രെയിനർ ഈ യുവതിയെ പരിചയപ്പെടുന്നത്. സാഹിൽ ഈ യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ശേഷം ഈ യുവതിയെ കാണണം എന്ന് സാഹിൽ പറയുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി എത്തുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിസയിലും ശീതള പാനീയത്തിലും ഈ യുവതിക്ക് ഇയാൾ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ നിലവിലത്തെ ആരോപണം. ഈ യുവതിയെ പീഡന ശേഷം യുവതിക്ക് ബോധം വന്നപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും താൻ വലിയ രീതിയിൽ അവിടെ ബഹളമുണ്ടാക്കി എന്നും പറഞ്ഞപ്പോൾ സാഹിൽ തന്നെ മർദ്ദിക്കുകയും അതിനുശേഷം ഞാൻ റോ ഏജന്റ് ആണെന്ന് പറയുകയും എൻ്റെ ഐഡന്റിറ്റി ഈ നാട്ടിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുകയും പിന്നീട് ഈ യുവതിയോട് ഈ വിഷയം പുറത്തു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി കൊന്നുകളയും എന്നാണ് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയത്. എന്തു തന്നെയായിരുന്നാലും അതിനുശേഷം ഈ യുവതിയെ ഇയാൾ നിർബന്ധിച്ച് കാനഡയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവർ കാനഡയിൽ എത്തിയപ്പോഴാണ് ഈ വിഷയത്തിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കാനഡയിലെത്തി ഇവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായപ്പോൾ പരിശോധനയിലാണ് ഇവർ ഗർഭിണിയാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ഈ വിവരം ഈ സാഹിലിനെ വിളിച്ച് അറിയിച്ചപ്പോൾ സാഹിൽ ഇവരെ സൂത്രത്തിൽ നാട്ടിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി. തൻ്റെ മാതാപിതാക്കളെ കാണാം, താൻ വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇവിടെ വിളിച്ചു വരുത്തി. അതിനുശേഷം ഈ പെൺകുട്ടിയെ സാഹിൽ തൻ്റെ കൂട്ടാളിയായിട്ടുള്ള ആരിഫ് അലിക്ക് കാഴ്ചവെക്കുകയായിരുന്നു. ആരിഫ് അലിയെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയെ പരിചയപ്പെടുത്തിയത്. ശേഷം ഈ യുവതിയെ വീണ്ടും ലഹരി മരുന്ന് നൽകി അയാൾക്കും കാഴ്ചവെച്ചു. അതിനുശേഷം ഈ ആരിഫ് അലി ഈ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി, നഗ്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി അത് ഡാർക്ക് വെബിൽ ഇടും എന്ന് പറഞ്ഞ് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ വിഷയം യുവതി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്തു. നമ്മുടെ നാടിന് തന്നെ ഒരു നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇവർക്കെതിരെ പോലീസ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 64 റേപ്പ്, ബലാത്സംഗം, 123 ലഹരി കൊടുത്ത് പീഡിപ്പിക്കൽ, 351 സെക്ഷൻ ക്രിമിനൽ ഇന്റിമിഡേഷൻ, അതായത് ഒരാളെ ഭീഷണിപ്പെടുത്തുക, സെക്ഷൻ 74 ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഓഫ് ഹർ മോഡസ്റ്റി, അതായത് ഒരു സ്ത്രീയെ അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക, ക്രിമിനൽ ഇൻറ്റൻഷനോടുകൂടി അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കാനായി ക്രിമിനൽ ഇൻറ്റൻഷനോടുകൂടി ഫോഴ്സ് ചെയ്യുക. ഇത്രയും BNSലെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ സെക്ഷനുകൾ ഇട്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കേസെടുത്തതോടുകൂടി പ്രതികൾ ഒളിവിലാണ്. ആഗ്ര സിറ്റി പോലീസായിട്ടുള്ള സൂരജ് റായ് ആണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ആഗ്രയിലെ ജനങ്ങൾ പൂർണ്ണമായും രോഷത്തിലാണ്. വലിയൊരു ആഹ്വാനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതായത് ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.